കമ്പ്യൂട്ടർ എന്നല്ല, കാൽക്കുലേറ്ററിനെ പറ്റി പോലും ലോകം ആലോചിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഒരു കാലത്ത് കമ്പ്യൂട്ടർ സർക്യൂട്ട് ബോർഡിൻ്റെ ആകൃതിയിൽ ഒരു നഗരം പണിതുയർത്തിയാൽ എങ്ങനെയുണ്ടാകും? മാത്രവുമല്ല, ടെലിസ്കോപ്പിനെ പറ്റി യാതൊരു അറിവുമില്ലാതിരുന്ന ഒരു കാലത്ത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ കൃത്യമായ അകലം പാലിക്കുന്നതിന് സമാനമായ അനുപാതത്തിൽ പിരമിഡുകൾ നിർമ്മിച്ചാലോ? പറഞ്ഞു വരുന്നത് പുരാതന ഈജിപ്തിനെ പറ്റിയല്ല, മെക്സിക്കോയിലെ ടിയോട്ടിവാക്കാൻ നഗരത്തെ പറ്റിയാണ്. കോവിഡിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഈ പുരാതന കേന്ദ്രം വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അത്രയേറെ പേരാണ് ഓരോ വർഷവും ഇവിടേക്ക് വരാൻ കാത്തിരിക്കുന്നത്. പുരാവസ്തു സഞ്ചാരികളുടെയും മാത്രമല്ല നിഗൂഢ സിദ്ധാന്തക്കാരുടെയും പ്രിയപ്പെട്ട കേന്ദ്രമാണ് ഈ പിരമിഡ് സമുച്ചയം. മെക്സിക്കോ സിറ്റിയുടെ 50 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറിയാണ് ഈ പുരാതന നഗരമുള്ളത്. ചരിത്ര പ്രാധാന്യം ഏറെയുള്ളതിനാൽ തന്നെ 1987 ഈ പ്രദേശത്തെ യുനെസ്കോ പൈതൃക പദവി നൽകി അംഗീകരിച്ചു. ഗവേഷകരുടെ കണക്ക് പ്രകാരം BC 400 ആണ്ടിൽ തന്നെ ഈ നഗരത്തിൽ ജനം തിങ്ങിപ്പാർ തുടങ്ങിയിരുന്നു. AD 400 വരെ അത് ശക്തമായി തുടർന്നു. അപ്പോഴേക്കും അക്കാലത്തെ ഏറ്റവും കരുത്തുറ്റ നാഗരികതയുള്ള മേഖലയായി ഇവിടം മാറിയിരുന്നു. അസറ്റക്കുകളുടെ കാലത്ത് AD 1400 ആണ് ഈ നഗരത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്തുന്നതും ടിയോട്ടിവാക്കാൻ എന്ന് പേരിടുന്നതും. ദൈവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രദേശം എന്നായിരുന്നു ഈ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ അസ്തക്കുകൾ കണ്ടുപിടിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഈ പ്രദേശത്ത് നിന്ന് എല്ലാവരും ഒഴിഞ്ഞുപോയിരുന്നു. അതാണ് ഇവിടവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ നിഗൂഢതയും. ഒരു ഘട്ടത്തിൽ 2 ലക്ഷം പേർ വരെ ഈ നഗരത്തിൽ താമസിച്ചിരുന്നതായാണ് കരുതുന്നത്. എന്നാൽ ഇവർ എവിടെ നിന്ന് വന്നവരാണ്? എന്താണ് ഇവരുടെ ജീവിത രീതി, സംസ്കാരം, മതം? പെട്ടെന്നൊരു നാൾ ഇവരെല്ലാം എങ്ങനെ പ്രദേശം വിട്ടുപോയി? അതോ കൂട്ടത്തോടെല്ലാവരും മരിച്ചതാണോ? ഇങ്ങനെ ചോദ്യങ്ങളേറെ ബാക്കിയാണ് ടിയോട്ടിവാക്കിനെ പറ്റി. സർക്യൂട്ട് മാതൃകയിൽ ഒരു ഗ്രിഡ് പോലെ ഏകദേശം 20 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. ഒറ്റ നിലയുള്ള ഏകദേശം 2000 കെട്ടിടങ്ങളുണ്ട്. ഒപ്പം ശില്പഭംഗി വിളിച്ചോതുന്ന പിരമിഡുകളും ക്ഷേത്രങ്ങളും പുരോഹിതരുടെ താമസ സ്ഥലങ്ങളും വിനോദ കേന്ദ്രങ്ങളും. പുരാതന കാലത്തെ അത്ഭുതമായിരുന്നു ഈ പ്രദേശമെന്ന് നിസ്സംശയം പറയാം. സമീപത്ത് പണ്ടുണ്ടായിരുന്ന സെറോ ഗോർഡോ എന്ന അഗ്നിപർവ്വതത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്ന ക്ഷേത്രവുമുണ്ട് ഇവിടെ. അതിലേക്ക് നയിക്കുന്ന ഭംഗിയുള്ള റോഡുകളും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വരെ പേരിൽ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, ഏതാണ്ട് എല്ലാ കെട്ടിടത്തിലും മൈക്ക എന്ന ധാതുവിൻ്റെ സാന്നിധ്യവുമുണ്ടായിരുന്നു. മെക്സിക്കോയിൽ നിന്ന് 3000 മൈൽ മാറി ബ്രസീലിൽ മാത്രം വ്യാപകമായി കാണപ്പെട്ടിരുന്ന മൈക്ക എങ്ങനെ ടിയോട്ടിവാക്കിലെത്തി? ആര് കുഴിച്ചെടുത്തു? ഇതിനുള്ള സാങ്കേതിക എങ്ങനെ ലഭിച്ചു? ഇക്കാര്യങ്ങളും ഗവേഷകരെ കുഴക്കുന്നു. അന്യഗ്രഹ ജീവികളാണ് ഈ പ്രദേശം നിർമ്മിച്ചെന്ന വാദവും ഒട്ടേറെ പേർ ഉയർത്തിയിട്ടുണ്ട്. AD 400 ശേഷം ടോൾടെക്, ടോട്ടോണാക് തുടങ്ങിയ പല വിഭാഗക്കാരും ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നു. ഇവരൊന്നുമല്ല ഈ നാഗരികതയ്ക്ക് പിന്നിലെന്നും ഗവേഷകർ കണ്ടെത്തിയിരുന്നു. പിന്നെ ആരാണ്? ഒരു പ്രത്യേക വിഭാഗമല്ല, മറിച്ച് മായന്മാരും മിസ്റ്റക്, സപ്പോട്ടക് വിഭാഗക്കാരുമെല്ലാം ചേർന്ന ജനവിഭാഗമാണ് ടിയോട്ടിവാക്കാൻ നഗരത്തിൻ്റെ നിർമ്മിതിക്ക് പിന്നിലെന്ന വാദത്തിനാണ് പ്രചാരം കൂടുതൽ. അക്കാലത്ത് ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് നാടുവിടേണ്ടി വന്നവർ പലയിടങ്ങളിൽ നിന്ന് ഒന്നിച്ചു ചേർന്നത് ഇവിടെയാണത്രേ. കാർബൺ ഡേറ്റിംഗ് പരിശോധനയിൽ ഇവിടുത്തെ പഴക്കം BC 400 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, നഗരത്തിലെ പല വമ്പൻ കെട്ടിടങ്ങളും പണി പൂർത്തിയായത് AD 300 അക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയങ്ങളും ടിയോട്ടിവാക്കാൻ നഗരത്തിലായിരുന്നു. എന്നാൽ യുദ്ധത്തെ ചെറുക്കാനുള്ള സംവിധാനങ്ങളോ ആയുധപ്പുരകളോ ഒന്നും ഇവിടുത്തുകാർ നിർമ്മിച്ചിരുന്നില്ല. AD 600 ഉണ്ടായ ഒരു ആക്രമണത്തിലോ കലാപത്തിലോ ടിയോട്ടിവാക്കാൻ നിവാസികൾ കൊല്ലപ്പെട്ടതാകാമെന്നും നിഗമനങ്ങളുണ്ട്. പിന്നീട് ശേഷിച്ച ജനം ഏകദേശം AD 750 തന്നെ മറ്റു പല വിഭാഗങ്ങൾക്കൊപ്പം ചേരുകയായിരുന്നു എന്നാണ് കരുതുന്നത്. ഇതുവരെയുള്ള പരിവേഷത്തിനിടെ വിലമതിക്കാനാകാത്ത 16 കണക്കിന് പുരാവസ്തുക്കളാണ് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ആഭരണങ്ങളും മൺപാത്രങ്ങളും കുന്തങ്ങളുമെല്ലാം അതിൽപ്പെടും. പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് നയിക്കുന്ന തുരങ്കവും കണ്ടെത്തിയിരുന്നു. ദൈവങ്ങളുടെ നഗരം എന്നും ടിയോട്ടിവാക്കിന് പേരുണ്ടായിരുന്നു. ഇത്രയേറെ വിവരങ്ങൾ ലഭിക്കുമ്പോഴും ഇന്നും ഈ നഗരത്തിലുള്ളവർ ഒറ്റയടിക്ക് എങ്ങനെ അപ്രത്യക്ഷമായെന്ന ചോദ്യം മാത്രം ബാക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.